ഞാൻ ജ്യോതി സുരേഷ്. എൻ്റെ വീട് കാട്ടാക്കട ചെമ്പനാകോടാണ്. എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, അനിയത്തി എന്നിവരാണുള്ളത്. അനിയത്തി ഷാലു, അനിയൻ സുജിത്ത്, അച്ഛൻ സുരേഷ്, അമ്മ ലേഖ. ഒരു 4-5 മാസത്തിന് മുമ്പ് അച്ഛൻ നമ്മളെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അനിയത്തി കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അനിയനിപ്പോൾ ഒരു 2-3 മാസമായി ഗൾഫിലാണ്, സൗദിയിലാണ്. മഴയുടെ ഇവിടെ ഇടിയൊക്കെ ഉണ്ട്, ഇടി മിന്നലൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ശാലിനി കൊടുക്കാം. ചേച്ചിയായിട്ടല്ല ഞങ്ങൾ ചേച്ചിയെ കണ്ടിരുന്നത്. അമ്മ എങ്ങനെയാണ് വാത്സല്യം തരുന്നത്, അതേപോലെയാണ് ചേച്ചി നമ്മളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ജനിച്ച് 35 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് എല്ലുകൾക്ക് ശക്തി കുറയണ ഒരു അസുഖമായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ 33 വയസ്സുണ്ട്. അപ്പോൾ ഏതാണ്ടൊരു 15-16 വയസ്സ് വരെ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 20 ദിവസം 30 ദിവസം ഇടവിട്ട് എനിക്ക് എല്ലുകൾ, കൈയുടെ കാലിലെ എല്ലുകൾക്ക് ശക്തി കുറഞ്ഞ് അത് ഒടിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ കുട്ടിക്കാലമെന്ന് പറയുന്നത് എല്ലാവർക്കും സ്കൂൾ, കോളേജ് ഒക്കെ ആയിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ, ഹോസ്പിറ്റൽ, ട്രീറ്റ്മെൻറ്റ് ഇതായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് റേഡിയോ, TV അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സംഗീതത്തോട് ഒരു ഇഷ്ടം വന്നത്. അങ്ങനെയാണ് സ്വന്തമായിട്ട് പാട്ടുകൾ പരിശീലിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു മനസ്സ് വന്നത്. എനിക്ക് സംഗീതത്തോട് ഒരുപാട് ഇഷ്ടമാണ്. ശ്രീതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി. അനിയനും അനിയത്തിയും നല്ല സപ്പോർട്ടായിരുന്നു. 1 മുതൽ 8ാം സ്റ്റാൻഡേർഡ് വരെ എൻ്റെ അനിയൻ സുജിത്തിൻ്റെ പുസ്തകം വച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 8ാം ക്ലാസ് മുതലാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. 8ാം സ്റ്റാൻഡേർഡ് വരെ ആ ഒരു രോഗമുള്ളത് കൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 8ാം സ്റ്റാൻഡേർഡ് മുതൽ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഇനി വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല, സ്കൂളിൽ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്കൂൾ ജീവിതം. 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പിന്നെ ഇത് +1 +2. ഞാൻ 2010 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 2012 +2. എൻ്റെ വിദ്യാഭ്യാസം +2 വരെയാണ്. +1 +2 ഞാൻ കുളത്തുമ്മൽ സ്കൂൾ കാട്ടാക്കട അവിടെയാണ് പഠിച്ചത്. അപ്പം വേറെ 1-2 സ്കൂളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സയൻസിന്. എനിക്ക് സയൻസ് പ്രാക്ടിക്കലൊന്നും ചെയ്യാൻ ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും സയൻസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കൊമേഴ്സാണ് എടുത്തത്. എഴുതാൻ കൈക്ക് പ്രശ്നമുള്ളത് കൊണ്ട് സ്ക്രൈബ് വച്ചിട്ടാണ് എഴുതേണ്ടി വന്നത്. +2 സ്ക്രൈബ് വച്ചിട്ടാണ്, 10ാം സ്റ്റാൻഡേർഡ് സ്ക്രൈബ് വച്ചിട്ടാണ് എഴുതിയത്.
സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്ന ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം ഞങ്ങൾ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. അമ്മയാണ് എന്നെ കൊണ്ടുപോകുന്നതും വരുന്നതും എല്ലാം. ഞാൻ എടുത്താണ് സ്കൂളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. +1 +2 വരെ പോയി. കൂട്ടുകാർ നല്ല സപ്പോർട്ടാണ്. കാരണം ഞാൻ എന്നെ എടുത്തിട്ടാണ്, അതായത് ഞാൻ 8, 9, 10 10ാം സ്റ്റാൻഡേർഡ് വരെ ഞാൻ എണീറ്റ് നടക്കത്തില്ലായിരുന്നു. അമ്മ എടുത്തിട്ടാണ് എന്നെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വണ്ടിയിൽ പോയി സ്കൂൾ നടയിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു ബുക്കൊക്കെ എനിക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്ന് വെച്ച് തരികയും, അതായത് എനിക്ക് അന്നൊക്കെ എല്ലാ ദിവസവും ഇത് സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അന്നൊക്കെ. അപ്പോൾ അവരൊക്കെ ഇത് നോട്ടൊക്കെ കൊണ്ട് വീട്ടിലെത്തിച്ച് തരും, എഴുതി തരും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മാമന്മാർ, അതുപോലെ എല്ലാവരും, ബന്ധുക്കളെല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. ഈ ചെറുതിലേ തന്നെ പിന്നെ പാട്ട് എന്ന് പറയുന്ന അവളുടെ ഒരു ഹരമാണ്. നമ്മൾ ടേപ്പ് റെക്കോർഡറിൽ പാട്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കും. അവൾ അത് കേട്ട് ചെറുതിലെ വർഷങ്ങൾ കഴിഞ്ഞാണ് അവൾ നടന്നു തുടങ്ങിയത്. ഇരുന്ന് നിരങ്ങുന്ന ആ പ്രായത്തിൽ അവൾ ഈ കൈയടിച്ച് ഈ പാട്ടിനൊപ്പം പാടുമായിരുന്നു. അങ്ങനെ പാട്ട് അവൾക്ക് ഒരു വലിയ ഹരമായി. പിന്നീട് അവൾ യൂട്യൂബിൽ നിന്ന് കേട്ടൊക്കെ ആ പാട്ടുകൾ പാടും. അങ്ങനെ അവൾ വളരെ പാട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കുട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, ഇവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ. 8-9 വർഷമായി ഞാൻ സംഗീത ലോകത്തേക്ക് വന്നിട്ട്. പിന്നെ ഫസ്റ്റിലൊക്കെ ഫേസ്ബുക്കായിരുന്നു. ഞാൻ മുമ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫേസ്ബുക്കായിരുന്നു. അങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ ഇൻസ്റ്റഗ്രാം, പിന്നെ ചെറിയ രീതിയിൽ റീൽസൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ. അങ്ങനെ റീൽസൊക്കെ ചെയ്യും. പിന്നെ മെയിനായിട്ട് സംഗീതമാണ്. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ, സുഖത്തിലല്ല ദുഃഖത്തിലല്ലോ പാട്ടേ നിന്റെ മണിക്കിലുക്കം, പാട്ടേ നിന്റെ മണിക്കിലുക്കം. പാട്ടുകൾ റേഡിയോയിലും ടി വിയിലൊക്കെ കേട്ടുമാണ് എനിക്ക് അതിലേക്കൊരു ഇഷ്ടം വന്നത്. കൃഷ്ണനാണ് എൻ്റെ ഇഷ്ടദൈവം. അതുപോലെ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട സിംഗർ ചിത്രമ്മയാണ്. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോട കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ. ചിത്രമ്മയാണ് എൻ്റെ എല്ലാം. എൻ്റെ സംഗീതത്തിൽ ഗുരുവായിട്ട് ഞാൻ ഗുരുവിൻ്റെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മയാണ്, ചിത്രമ്മയാണ്. പാടാൻ പറ്റുമെന്നൊരു 5 വർഷത്തിന് മുമ്പാണ്, 5-6 വർഷത്തിന് മുമ്പാണ്. പിന്നെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് തുളസിക്കതിർ നുള്ളിയെടുത്തു ആ ഒരു സോങ്ങാണ്.
അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അഴിത്തിരിവായത്. ആ ഒരു സോങ്ങാണ്. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി നിന്നിയിൽ ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി നിന്നിയിൽ ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഇങ്ങനെ ഒരു കുറവുണ്ടെങ്കിലും അതിലെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കാത്തത് എൻ്റെ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ശക്തിയാണ്. കണ്ണാ 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 എന്ന് വെച്ചാൽ ജനിച്ചപ്പം മുതൽ എല്ലുകൾക്ക് ശക്തിയില്ലായ്മയാണ്. അപ്പോൾ എല്ലുകൾ ഇപ്പോൾ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നിട്ട് നീങ്ങുമ്പോൾ അങ്ങനെയൊക്കെയാണ് പൊട്ടാറുള്ളത്. അത് എല്ലിങ്ങനെ പൊട്ടാറുള്ളത്. അപ്പോൾ വേദനയെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അയ്യോ, പ്രസവിച്ചത് 33-ൻ്റെ അന്ന് മുതൽ വേദന തന്നെ അനുഭവിച്ചത്. അമ്മയായാലും അച്ഛനായാലും സഹോദരങ്ങളായാലും എൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചവർക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ അപ്പോഴെല്ലാം ഞാനാണ് അവരെ ആശ്വസിപ്പിക്കാറുള്ളത്. ഒരുപാട് വിഷമം ഉണ്ട്, പക്ഷേ അതൊന്നും ഞാൻ പുറത്തോട്ട് കാണിക്കാറില്ല. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ എപ്പോഴും സന്തോഷിച്ചിരിക്കാറുള്ളൂ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാറുള്ളൂ. പിന്നെ എന്നെ ഇതുവരെ എത്തിച്ചത് എൻ്റെ ഭഗവാനാണ്, കൃഷ്ണനാണ് എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി ചാരി വലഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോര ചേലയ്ക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. തളരാതിയോമൻ ചിരിയോടെ കൊഞ്ചി കളയാടി വളരെ വളരെ. അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും ഞാൻ അവരെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ട് ആണ് എൻ്റെ വിഷമങ്ങൾ ഞാൻ അവരോട് പറയാത്തത്. മറ്റുള്ള കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നിട്ട് തിരിയുമ്പോഴത്തേക്ക് ആ ഭാഗം കൊണ്ട് പൊട്ടണത് അവൾക്കറിയാം. അത് അവിടെ ആ കാലായാൽ അവിടെ കാലിൽ കൈ പിടിച്ചുകൊണ്ട് കരയുമായിരുന്നു. അപ്പോഴാണ് നമുക്കറിയാമെന്നുള്ള ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ട് കൊണ്ടുവരും. എനിക്ക് കുട്ടിയായിരുന്നപ്പം മുതൽ എന്തെങ്കിലും ഒന്ന് സാധിക്കണമെന്ന് വിചാരിച്ചാൽ ഞാനിത് സാധിച്ചിരിക്കും. എന്ത് എഫേർട്ട് എടുത്തിട്ടായാലും ഞാൻ സാധിച്ചിരിക്കും. അതാണ് എൻ്റെ ഒരു ഇത്. +1 എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് എൻ്റെ ക്ലാസ് 2ാമത്തെ നിലയിലായിരുന്നു. അപ്പോൾ അമ്മ എന്നെ എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്മ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ചിട്ടാണ് സ്റ്റെപ്പ് കയറി എന്നെ എടുത്തുകൊണ്ട് പോയിരുന്നത്. അപ്പം ബാഗ് അമ്മയുടെ ഒരു സൈഡിൽ, അമ്മ എന്നെ എടുത്തിട്ടാണ് ബാഗും, അതായത് സാറോ ടീച്ചേഴ്സോ കുട്ടികളോ കണ്ടാൽ അവരെടുത്തുകൊണ്ട് വച്ച് തരും. അല്ലെങ്കിൽ അമ്മ എന്നെ എടുത്ത് ബാഗുമായിട്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വിദ്യാഭ്യാസത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. +1 +2 ആയപ്പോൾ ഞാൻ സ്റ്റിക്ക് വെച്ച് പതിയെ നടക്കാൻ തുടങ്ങി. എനിക്ക് കുട്ടിക്കാലം മുതൽ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ സ്വന്തമായിട്ട് എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ചെയ്യും, അതാണ് എനിക്കിഷ്ടം. ഇപ്പം അമ്മയായാലും അച്ഛനെ ആയാലും സഹോദരങ്ങളെ മാക്സിമം ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. മേലേ മേലേ മാനം
ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നീറദീപം ചാർത്തുന്നു. എനിക്ക് അങ്ങനെ ഒരാൾ എന്നെ ഒരു രോഗിയായിട്ട് കണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കുറവ് ഉണ്ടെന്ന് മറ്റുള്ളവർ അങ്ങനെ നോക്കി കാണുന്നതും എന്നെ ആ ഒരു സഹതാപത്തിൻ്റെ പുറത്ത് സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് സിമ്പതിയോടെ നോക്കുന്നത് ഇഷ്ടമല്ല, അല്ലാതെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതാണ് എനിക്കിഷ്ടം. ആദ്യമായിട്ട് നടന്നത് പതിയെ പതിയെ ഈ ചുമരിലൊക്കെ ഇങ്ങനെ പിടിച്ച് എനിക്ക് പറ്റും, അതായത് വേദന ഉണ്ടായിരുന്നു അന്നൊക്കെ, എന്നാലും ശരീരത്തിൻ്റെ ആ ഒരു ക്ഷീണവും തളർച്ചയും ഒന്നും നോക്കാതെ ആദ്യം ചുമലിൽ പിടിച്ചിങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ അച്ഛൻ 2 കമ്പ് സൈഡിൽ വീട്ടിൻ്റെ മുറ്റത്ത് 2 കമ്പ് ഇങ്ങനെ കെട്ടിത്തന്നു. അപ്പോൾ അതിലിങ്ങനെ ഇടിച്ച് നടന്നാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. പിന്നെ അങ്ങനെ നടന്ന് വന്നപ്പോൾ സ്കൂളിൽ നിന്ന് എനിക്ക് ഈ സ്റ്റിക്ക് തന്നു, അതായത് ഇങ്ങനെ അടക്കാനുള്ള വാക്കിംഗ് സ്റ്റിക്ക് തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശകലം നടന്നു നോക്കിയപ്പോൾ എനിക്ക് സാധിക്കും, ഞാനത് ശ്രമിച്ചാൽ എനിക്കത് സാധിക്കുമെന്ന് എനിക്ക് ഒരു മനസ്സിലൊരു ഇത് വന്നു. അങ്ങനെയാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത്. ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാറ്റു അടിച്ചിരിച്ച് പതിമനം തുകലയേ അതുവും ഏനോ പുരിയലയേ. ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാറ്റു അടിച്ചിരിച്ച് പതിമനം തുകലയേ അതുവും ഏനോ പുരിയലയേ. സംഗീതം പഠിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താ പറയുക, അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് പഠിക്കാത്തത്. എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു സോങ്, ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ സെലക്ട് ചെയ്യും. ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം അത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ട് സൗണ്ട് ഇല്ലാത്ത എവിടെയെങ്കിലും ചെന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യും. ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അത് ഞാൻ വീഡിയോ സ്വയം ഷൂട്ട് ചെയ്യാറുണ്ട്. സ്വയം ഷൂട്ട് ചെയ്താണ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഗണപതിയുടെ ഒരു സ്തുതി അത് പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ആക്ടർ സീമാജി നായർ കണ്ടതും കണ്ണനും ചോദിയും എന്ന ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തിഗാനം എന്നെക്കൊണ്ട് എന്താ പറയുക റെക്കോർഡ് ചെയ്യിപ്പിച്ചതും അതുപോലെ അതിൻ്റെ വിഷ്വല് ഗുരുവായൂർ വച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. എൻ്റെ ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ മുന്നിൽ, എൻ്റെ ഭഗവാന്റെ മുന്നിൽ എനിക്ക് അവിടെ ചെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റി. കണ്ണിലുലാവണ് കണ്ണൻ നെഞ്ചിലുലാവണ് കണ്ണൻ, കണ്ണിലും നെഞ്ചിലും കണ്ണാരം പൊത്തി നെഞ്ചോരം മുത്തി കൊഞ്ചിക്കുഴയണ് കണ്ണൻ, എൻ്റെ കൊഞ്ചലു കേൾക്കണ് കണ്ണൻ. കണ്ണിലുലാവണ് കണ്ണൻ നെഞ്ചിലുലാവണ് കണ്ണൻ, കണ്ണിലും നെഞ്ചിലും കണ്ണാരം പൊത്തി നെഞ്ചോരം മൂത്തി കൊഞ്ചിക്കുഴയണ് കണ്ണൻ, എൻ്റെ കൊഞ്ചലു കേൾക്കണ
മെലഡിയാണ് എനിക്ക് സൗണ്ടിന് വഴങ്ങുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ സൗണ്ട് എന്താ പറയുക കുഞ്ഞ് സൗണ്ടായതുകൊണ്ട് ജാനകിയമ്മയുടെ പാട്ടുകൾ ഒരുപാട് സൂട്ടാവുമെന്ന് പറയാറുണ്ട്. മഞ്ഞേണി പൂനിലാവ് തേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ മഞ്ഞേണി പൂനിലാവ്. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. മണിച്ചേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. ഇങ്ങനെ ആയിരുന്നില്ല, മറ്റുള്ളവരെ പോലെ നടക്കണം, എല്ലായിടത്തും സഞ്ചരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ കുറവുകളെ പറഞ്ഞ് ഞാൻ വിഷമിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അവരെങ്ങനെ ആവണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഭഗവാൻ എഴുതിയാണല്ലോ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ ആയിരിക്കാം, ആ ഒരു നിലയിൽ സമാധാനിക്കാറുണ്ട്. എനിക്കങ്ങനെ ഒരുപാട് അനിഷ്ടങ്ങളൊന്നുമില്ല. എനിക്കൊരുപാട് ഇഷ്ടങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു ഡ്രസ്സിനോടോ സ്വർണത്തിനോടോ അല്ലെങ്കിൽ പണത്തോടോ അല്ലെങ്കിൽ ഒന്നിനോടും എനിക്കൊരു ഇഷ്ടങ്ങൾ അങ്ങനെയില്ല. കിട്ടിയാൽ സന്തോഷം, അതേ ഉള്ളൂ. പക്ഷേ എനിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയാൽ സന്തോഷമായാലും എന്തെങ്കിലും സാധനങ്ങളായാലും എനിക്കില്ലെങ്കിലും വേണ്ടില്ല, അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ എനിക്ക് സന്തോഷം. മുമ്പ് എനിക്ക് എൻ്റേതായിട്ടുള്ള ലോകമൊന്നും ഇല്ലായിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ. പക്ഷേ ഈ സംഗീത ലോകത്തേക്ക് വന്നതിന് ശേഷം എൻ്റേതായിട്ടുള്ളൊരു ലോകമുണ്ട്, അത് സംഗീതമാണ്. എനിക്ക് പറ്റുന്നത് സംഗീതമാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പം ഈ സംഗീതത്തിലൂടെ എവിടം വരെ എത്ര വരെ സഞ്ചരിക്കാൻ പറ്റുമോ അതുവരെ സഞ്ചരിക്കണമെന്നാണ്. മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ നെറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നച്ഛൻ. പണ്ടൊരിക്കൽ EMSനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി എപ്പോഴും വിക്കുണ്ടോയെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എനിക്ക് സംസാരിക്കുമ്പോഴേ വിക്കുള്ളൂ എന്നാണ്. അതേ അവസ്ഥയാണ് എനിക്കും. എനിക്ക് സംസാരിക്കുമ്പോഴേ വിക്കുള്ളൂ, പാട്ട് പാടുമ്പോൾ വിക്കില്ല. എൻ്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിന്നിൽ എൻ്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിമിഷമേഘമായി ഞാൻ പെയ്തു തോർന്നിടാം, നൂറായിരമിതളായി നീ വിടരുവാൻ ജന്മം യുഗമായി നിറയാൻ.